സുമി ഒന്ന് തിരിഞ്ഞ് ഞാൻ കുത്തിത്തരാം. അയ്യോ വേണ്ടേ. ഇനി എന്തെങ്കിലും അബദ്ധം കാണിച്ചാലേ എനിക്ക് വയ്യ കിടന്നോടാൻ. അതുകൊണ്ട് ഇത്തിരി കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ തന്നെ ഇത് ചെയ്തോളാം. എനിക്കെന്തെങ്കിലും സംഭവിച്ച അസുഖവും വേദനയെല്ലാം സുമിത മറക്കുന്നു. അന്ന് ഞാൻ ഷോക്കേറ്റ് വീണപ്പോഴും ഇപ്പോഴും. പക്ഷെ എനിക്ക് പൂർണ്ണമായും ഈ സ്നേഹം അതേ അളവിൽ അറിയാനും തിരിച്ചു കൊടുക്കാനും കഴിയുന്നില്ലെന്ന് എങ്ങനെ ഞാൻ അവളോട് പറയും? വാക്കിംഗ് സ്റ്റിക്ക് നീ അവളുടെ കയ്യിൽ കൊടുക്കുമോനെ? ഞാനില്ലാതെ നടന്ന് ശീലിക്കണമല്ലോ. ഗിരി പഠിക്കട്ടാണ്, മറിഞ്ഞു വീണ് വല്ല അപകടവും വരുത്തി വെക്കാതെ. അമ്മ പേടിക്കണ്ട, അഥവാ ഞാൻ വീണാലും ഗിരി പിടിച്ചോളൂ. അല്ലേ ഗിരി? ആ അമ്മേ, ഇവിടെ ഫസ്റ്റ് എയ്ഡിന്റെ കിറ്റ് ഇരിപ്പുണ്ടോ? അയ്യോ എന്തു പറ്റി? ഗിരിയുടെ കൈ ചെറുതായിട്ട് മുറിഞ്ഞു. ദാമോദര, ആ ഫസ്റ്റ് എയ്ഡ് കിറ്റിങ് എടുത്തേ. എന്ത് നോക്കട്ടെ, വലിയ മുറിവാണോ? ഏയ് അമ്മ ഇങ്ങനെ വെപ്രാളപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ചെറിയൊരു മുറിവാണമ്മേ, അതിനാ അവളീ പറയുന്നത്. തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ഗുളിക വിഴുകുന്ന ഗിരിയായി പറയുന്നേ. മുറിവ് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും മരുന്ന് വെക്കണം, അല്ലെങ്കിൽ ചിലപ്പോ ഇൻഫെക്ഷൻ ആയാലോ. മാഡം ഗിരിങ്ങി വന്നേ, വന്നിരുന്നേ. നാളത്തോടെ വേദനയും പോവും, മുറിവും പോവും. അല്ല, ഇപ്പൊ എങ്ങനെയാ നിന്റെ കൈ മുറിഞ്ഞത്? അത് പിന്നെ അമ്മേ, ഒരു സേഫ്റ്റി പിൻ കുത്തിത്തരാൻ പറഞ്ഞാണ് ആകെ പ്രശ്നമായത്. സാരിയും ബ്ലൗസും ചേർത്ത് തോളത്തൊരു പിന്നു കുത്തി തന്നതിന്റെ പുകിലേക്ക് കാണുന്നു. വന്ന് ഇവളുടെ ബ്ലൗസിൽ പിന്നു കുത്തി കൊടുക്കുന്നിടം വരെ എത്തി ഗിരിധർ നമ്പ്യാര്. അമ്മേ, ഞങ്ങൾ ആകാശിന്റെ അടുത്ത് വരെ പോവുക. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം ഇവിടുതുവരെ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ലല്ലോ. അത് നേരാ, അതെന്തായാലും നന്നായി. വാ, പോയിട്ട് വരാമേ. ശരി മോളെ, സൂക്ഷിച്ചു പോയിട്ട് വാ. ഗിരിണ്ടല്ലോ കൂടെ, അമ്മ പേടിക്കണ്ട. വാ കേറ്. നോക്കി സൂക്ഷിച്ചു. അല്ല, എന്താ ഇത്ര വലിയ ആലോചന? എന്താണ്, എന്ത് പറ്റി? ഒരാളെ ഇങ്ങനെ കളിയാക്കി ചിരിക്കാന്ന് പറഞ്ഞാലേ തീരെ ശരിയായിട്ടുള്ള ഏർപ്പാടല്ല കേട്ടോ. അയ്യോ, ഞാൻ കളിയാക്കി ചിരിച്ചെന്ന് ആരാ പറഞ്ഞേ? ഞാനൊരു കാര്യം ആലോചിച്ച് ചിരിച്ചതല്ലേ. എന്ത്? ഞാൻ ആലോചിക്കായിരുന്നേ, എപ്പോഴും ഇങ്ങനെ കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് വളരെ ഒഫീഷ്യൽ ആംബിയൻസിൽ കാണുന്ന ഗിരി സാധാരണ മനുഷ്യരെ പോലെ ഒരു വേഷത്തിലാണെങ്കിൽ എങ്ങനെ ഇരിക്കും? എന്റെ അച്ഛനെ പോലെയോ ശ്രീകുട്ടനെ പോലെയൊക്കെയുള്ള ഒരു വേഷത്തില് ഒരു ഐഡിയൽ ഹസ്ബൻഡായിട്ട് ഗിരിയെ ഞാൻ സങ്കല്പിച്ചു.
പട്ടിണി കിടന്ന് ചാവേണ്ട അവസ്ഥ വന്നാലും അടുക്കളയിൽ കയറാത്ത എന്നെ കുറിച്ചാണ് ഇവളിങ്ങനെയൊക്കെ പറയുന്നത്. ബെസ്റ്റ്. വെറുതെ ആലോചിച്ചു കൂട്ടാനാണെങ്കിൽ ഒരു മിനിമം ലോജിക്കൊക്കെ വേണ്ടേ? അതെങ്ങനെ ഗിരിക്ക് മനസ്സിലായി? അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. സുമിയുടെ മുഖത്തെ പ്രസാദം കണ്ടാ മതിയല്ലോ. ഇത്തവണ കണ്ടതേ നല്ല സ്വപ്നമായിരുന്നു. നമ്മൾ രണ്ടുപേരും അമ്പലത്തിൽ പോയിട്ട് വരാം. യാത്ര കാറിലല്ലെന്ന് മാത്രം. ഗിരിയും ഞാനും ഒരു ബൈക്കിലേ. ആ ഗിരി മുണ്ടൊക്കെ കൊടുത്ത് നല്ല സ്റ്റൈലായിട്ട് ബൈക്ക് ഓടിച്ച്. എത്ര നല്ല നടക്കാത്ത സ്വപ്നം. എന്റെ പൊന്നു സുമി, എനിക്ക് ബൈക്കൊന്നും ഓടിക്കാൻ അറിയില്ല. ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ബൈക്ക് ഓടിച്ചിട്ടുമില്ല. ഇനിയോട്ട് ഓടിക്കാനും പോകുന്നില്ല. അതൊന്നും സാരമില്ല. സ്വപ്നത്തിൽ ബൈക്കല്ല, വേണമെങ്കിൽ പ്ലെയിൻ വരെ ഓടിക്കാലോ. അങ്ങനെ കരുതിയാ മതി. ആ എന്താ മുഖത്തൊരു കള്ളലക്ഷണം? ഞാൻ ഇപ്പൊ കണ്ട കാര്യം ഗിരിയുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാതിരിക്കുന്നതാ നല്ലത്. ഇത്രയും നാളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ബെഡിൽ തന്നെ കഴിച്ചുകൂട്ടിയന്റെ ആവും. നീ ഒരല്പം തടിച്ചു കിട്ടോ. അത് മാത്രല്ല, മുഖത്തൊരു തെളിച്ചവും ഐശ്വര്യമൊക്കെ വന്നിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല സ്നേഹ, മനസ്സിന്റെ സന്തോഷം കൊണ്ടാ. എത്രയോ നാൾ എന്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടന്ന ഒരു വേദന ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? കല്യാണം കഴിഞ്ഞിട്ടും മറ്റുള്ളവർക്ക് മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടും ഒരു മുറിക്കുള്ളില് ഗിരി ഞാനും അന്യരായിരുന്നു. അറിയാം. എന്നാ അതൊക്കെ മാറി. ഗിരിയുടെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോ. എന്റെ മുഖത്ത് നീ കാണുന്ന തെളിച്ചവും ഐശ്വര്യവും അതിന്റെ ഭാഗ. ശരിക്കും ഒക്കെ സംഭവിച്ചത് ഞാൻ വയ്യാണ്ട് കിടന്നിരുന്ന സമയത്താ. ഗിരിയുടെ ജീവിതത്തിലും മനസ്സിലും എനിക്കിപ്പം ഞാൻ ആഗ്രഹിച്ച സ്ഥാനമുണ്ട്. അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട സ്നേഹം. സന്തോഷായി എനിക്ക്. ഈ മധുരം എന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കട്ടെ. എടാ, നീ എന്താടാ ഒരുമാതിരി ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ഇരിക്കുന്നേ? അല്ല, നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ? സുമിത പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ലേ? പിന്നെന്താ? എടാ, അവള് മടങ്ങി വന്നത് പഴയ ജീവിതത്തിലേക്കല്ല, ഒരുപാട് പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു പുതിയ ജീവിതത്തിലേക്കാണ്. അതാണ് പ്രശ്നം. സുമിത എനിക്ക് ഒരിക്കലും ഒരു അന്യയല്ല. എന്തോ ഒരു ആത്മബന്ധം എനിക്ക് സുമിതയുമായിട്ടുണ്ടെന്നുള്ളതും സത്യം തന്നെയാ.
ഒരു സുഹൃത്തിനേക്കാൾ ഏറെ ഇഷ്ടവും അടുപ്പവും ഉള്ള ഒരാളാണ് എനിക്ക് സുമിത. അതെല്ലാം ഞാൻ സമ്മതിക്കാം. പക്ഷെ ഒരു ഭാര്യയായിട്ട് അവളെ കാണാൻ എനിക്ക് പറ്റുന്നില്ല ആകാശേ. അച്ഛൻ പറയാനുള്ള കാര്യണ്ടേ, എന്ത് സംഭവിച്ചാലും അത് നല്ലതിന് വേണ്ടിയാണ്. ഇങ്ങനൊരു ആക്സിഡന്റ് എനിക്ക് സംഭവിച്ചത് പോലുമേ എന്നെ നല്ലതിന് വേണ്ടിയാണെന്നേ എനിക്ക് കരുതാൻ പറ്റുന്നുള്ളൂ. സത്യം. അതുകൊണ്ടല്ലേ ഗിരിയുടെ മനസ്സിന്റെ ഉള്ളില് നിന്നോടുണ്ടായിരുന്ന സ്നേഹം പുറത്തേക്ക് ഒഴുകിയത്. അവളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടത് ഒരു ഭർത്താവിന്റെ കരുതലും സ്നേഹവും സാമീപ്യവുമാണെന്ന് എല്ലാരും പറഞ്ഞപ്പോ തൽക്കാലത്തേക്കെങ്കിലും അവളുടെ മുന്നിൽ അങ്ങനെയൊക്കെ ചെയ്യാനും പെരുമാറാനും ഞാൻ നിർബന്ധിതനായിപ്പോയി. അതാണ് സത്യം. നിങ്ങളുടെ കല്യാണം നടന്നത് യാതൊരുവിധ ഇമോഷണൽ കമ്മിറ്റ്മെന്റ് ഇല്ലാതെയാണെങ്കിലും കല്യാണത്തിന് ശേഷം സുമിത നിന്നോട് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. അതവൾ എത്രയോ വട്ടം സ്നേഹയോട് പറഞ്ഞിട്ടുണ്ട്. നീയുമൊത്ത് സുമിത ആഗ്രഹിച്ച ജീവിതത്തിനെ കുറിച്ച് നീ അവൾക്ക് നൽകിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും തന്നെയാണ് അവളെ ഈ വിധത്തിൽ റിക്കവർ ചെയ്യാൻ സഹായിച്ചത്. അതിന് യാതൊരു സംശയം വേണ്ട ഗിരി. അതിന്റെ അർത്ഥം ഈ ഭർത്താവിന്റെ റോളിലുള്ള അഭിനയം ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ തുടരേണ്ടി വരുമെന്നാണോ? അതെങ്ങനെ കഴിയൂടാ? ബിസ്ക്കറ്റാ? ബിസ്ക്കറ്റിൽ ഒതുക്കാനാണോടപ്പ? ഇവിടുന്ന് ഒരു ഡിന്നർ കണക്കാക്കിയിട്ടാ ഞങ്ങൾ വന്നത്. നിങ്ങൾ പറയാതെ വന്നതുകൊണ്ട് ഇവിടെ അതിനുള്ള പ്രിപ്പറേഷൻ ഒന്നും നടത്തിയിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഡിന്നർ പുറത്തുനിന്നാക്കിയാലോ? പിന്നെന്താ, സൂപ്പർ ഐഡിയ. കുറച്ച് കഴിഞ്ഞ് നമുക്കിറങ്ങാം. ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഏതിന്നാ ഇപ്പൊ ഞാൻ ആദ്യം തുടങ്ങണ്ടേ? ഗിരി, അങ്ങനെ വാരി വലിച്ചു തിന്നാനൊന്നും പറ്റില്ല. ഇതുകൊണ്ട് സ്നേഹ ആകാശം കൂടെ എന്നെ കൊണ്ട് ഡയറ്റ് എടുപ്പിച്ച പോലെ ഉണ്ടല്ലോ. സ്വാദുള്ള ഒരുപാട് വിഭവങ്ങൾ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അതൊന്നും കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് എങ്ങനെയാ സുമി ശരിയാവുക? ഇതൊന്നും കഴിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിക്കണം. ഇനിയും തടി കൂടിയാലേ അത് ഗിരിയുടെ ആരോഗ്യത്തിനെ ബാധിക്കും. നശിപ്പിച്ചു. ഇനി ഈ ഫ്രൈ എന്തൊരു കൊള്ളാം. അതിന്റെ ടേസ്റ്റ് പോയില്ലേ? ഇത്തിരി ടേസ്റ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല. ഇനി മുതല് ഗിരി നോൺ വെജ് ഒക്കെ ഇങ്ങനെ കഴിച്ചാൽ മതി. അപ്പൊ പിന്നെ കൊളസ്ട്രോൾ പിടിക്കില്ല. ഒരു സുഹൃത്തിനേക്കാൾ ഏറെ ഇഷ്ടവും അടുപ്പവും ഉള്ള ഒരാളാണ് എനിക്ക് സുമിത. അതെല്ലാം ഞാൻ സമ്മതിക്കാം. പക്ഷെ ഒരു ഭാര്യയായിട്ട് അവളെ കാണാൻ എനിക്ക് പറ്റുന്നില്ല ആകാശേ. പാവം സുമി, അവൾ അവനോട് കാണിക്കുന്ന മുഴുവൻ ഹൃദയത്തിൽ തൊട്ട സ്നേഹമാണ്. പക്ഷെ അവന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് സുമിത അറിയുന്നില്ലല്ലോ. ഇതെല്ലാം കഴിച്ചതിന് ശേഷം സാലഡും കൂടി ഉണ്ടേ, എന്നാലേ ബാലൻസ് ശരിയാവുള്ളൂ. എന്റെ സുമിത, നീ ഇങ്ങനെ തുടങ്ങിയ കഷ്ടമുണ്ട് കേട്ടോ. ഈ പുല്ലും വൈക്കോലും ഒന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇനി കുറച്ചു കാലം ഗിരി പുല്ലും വൈക്കോലും തന്നെ കഴിച്ചാൽ മതി. ഗിരിയുടെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോ. എന്റെ മുഖത്ത് നീ കാണുന്ന തെളിച്ചവും ഐശ്വര്യവും ഒക്കെ അതിന്റെ ഭാഗം. ഇനിയെങ്കിലും ഇവർ പരസ്പരം സ്നേഹിച്ച് നല്ലൊരു കുടുംബജീവിതം നയിച്ചാൽ മതിയായിരുന്നു. നമ്മൾ ഇങ്ങോട്ടേക്കാ വരുന്നുള്ള കാര്യം ആരും എന്റെ അടുത്ത് പറഞ്ഞില്ല.
എന്തായാലും ഇതൊരു ഗംഭീര സർപ്രൈസ് ആയി പോയി കേട്ടോ. ഡിന്നർ കഴിഞ്ഞ ശേഷം സുമിതയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമുണ്ടെന്നും അവിടെ പോയി ഐസ്ക്രീം കഴിക്കാന്നും പറഞ്ഞതും ഈ ഗിരിയാ. ആ, അപ്പോ ഞാൻ പറയാതെ തന്നെ എന്റെ ഇഷ്ടങ്ങൾ ഗിരിക്ക് അറിയാം. എനിക്ക് ഒരുപാട് സന്തോഷമായി ഗിരി. നിങ്ങൾ ഇവിടെ വന്നിട്ടില്ലല്ലോ. ഭയങ്കര രസാ. ഞാനും അച്ഛനും അമ്മയും ശ്രീയും നന്ദും ഒക്കെ എപ്പോഴും വരുന്ന സ്ഥലാ. അവിടെ നിന്നാ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാറ്. വാനില തന്നെ വേണം, അതും ഡബിൾ സ്കൂപ്പ്. അപ്പൊ ഒന്നും മറന്നിട്ടില്ലല്ലേ? ഹേയ്, ആ കാളരാത്രി ഞാൻ ജീവിതത്തിൽ മറക്കില്ലല്ലോ. നീ ചിരിക്കണ്ട. നീയാണ് അന്ന് എന്നെ കുടിപ്പിച്ചൊരു പരുവാക്കിയത്. ഇതൊക്കെ ഒരു തമാശയല്ലേ സുമി? നീ വന്നേ, നമുക്ക് ഐസ്ക്രീം കഴിക്കാം. ബാ. നീ ഇപ്പോ സുമിതോട് കാണിക്കുന്ന സ്നേഹം അത് വെറും അഭിനയം മാത്രമാണെന്ന് അവൾ അറിയുമ്പോ ആ പാവം എങ്ങനെ സഹിക്കടാ? പിന്നെ ഞാൻ എന്ത് വേണമെന്നാ പറയുന്നേ? സുമിത എനിക്കൊരു അന്യൊന്നുമല്ല. പക്ഷെ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ കഴിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇവള് പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. അതെന്റെയും കൂടി ആഗ്രഹമാണ്. അതിനിതല്ലാതെ വേറൊരു വഴിയില്ലല്ലോ ആകാശേ. എടാ, നിന്റെ സ്നേഹവും കരുതലും കാരണം സുമി ഇത്രയൊക്കെ റിക്കവർ ആയെങ്കിൽ ആ സ്നേഹം നീ കുറച്ചുകൂടി നന്നായി നൽകിയ അവൾക്ക് നടക്കാനേ ഈ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായം പോലും വേണ്ടി വരില്ല. ചെല്ല്, അവളെ വിളിച്ച് ബീച്ചിലൂടെ നടത്തിക്ക്. ഈ കടലും തിരകളും ഇവിടുത്തെ കാറ്റും ഒപ്പം നിന്റെ സ്നേഹം കൂടിയാവുമ്പോ സുമിക്ക് അത് വലിയൊരു ഊർജ്ജമായി മാറും. നിന്റെ ഭാര്യ എന്ന നിലയിൽ വേണ്ട, എടാ, ഒരു സഹജീവിയായ മനുഷ്യരോട് കാണിക്കുന്ന ഒരു കരുണയായി കണ്ടെങ്കിലും നീ അവൾക്ക് വേണ്ടി അത് ചെയ്യണം.